അസ്സലാമു ഡിയർ സിസ്റ്റേഴ്സ്, ഞാൻ ഡോക്ടർ ജസ്ന. ഭംഗിയുള്ള ചിരി നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ദന്താരോഗ്യം നമ്മുടെ ശരീരത്തെ പല വിധത്തിലാണ് ബാധിക്കുന്നത്. പൊതു ആരോഗ്യത്തിനെക്കുറിച്ച് ജനങ്ങളിൽ നല്ല അവബോധമുണ്ട്. പക്ഷേ ദന്താരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളരെ കുറച്ചായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദന്താരോഗ്യം കൊണ്ടുദ്ദേശിക്കുന്നത് പല്ലിൻ്റെ മാത്രം ആരോഗ്യമല്ല, മറിച്ച് വായയിലുള്ള എല്ലാ ഘടകങ്ങളുടെയും ആരോഗ്യമാണ്. ദന്താരോഗ്യത്തെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കോമണും ആദ്യത്തേതും ദന്തക്ഷയം അഥവാ ഡെന്റൽ കേരീസ്. രണ്ടാമത്തേത് മോണയുടെ രോഗങ്ങൾ അഥവാ പെരിയോഡോണ്ടൽ ഡിസീസ്. മൂന്നാമത്തേത് നിരതെറ്റിയ പല്ലുകൾ അഥവാ മാലൊക്ലൂഷൻ. നാലാമത്തേത് വായയിലുള്ള അർബുദം അഥവാ ഓറൽ ക്യാൻസർ. ദന്തക്ഷയം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മളെ പല്ലിൻ്റെ പ്രതലത്തിൽ ഭക്ഷണങ്ങൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഭക്ഷണത്തിൽ ബാക്ടീരിയ ആക്ട് ചെയ്ത് ആസിഡ് ഉണ്ടാക്കുന്നു. ഈ ആസിഡ് പല്ലിൻ്റെ ഔട്ടർ കവറിങ് ആയ ഇനാമിലിൽ തങ്ങി നിന്ന് ആ ഇനാമിലിനെ വീക്കാക്കുന്നു. ഈ റിപ്പീറ്റഡ് ആസിഡ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ഇനാമൽ വീക്കായി ലേറ്റർ ഒരു ക്യാവിറ്റി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഡെന്റൽ കേരീസ് ഉണ്ടാകുന്നത്. ഈ ഡെന്റൽ കേരീസിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ കളർ ചേഞ്ചാണ്. ചോക്കി വൈറ്റ് അപ്പിയറൻസ് ഫസ്റ്റ് ഉണ്ടാവുക, പിന്നീട് അത് ഡാർക്ക് യെല്ലോ, ബ്ലാക്ക് അങ്ങനെ പ്രോഗ്രസ് ചെയ്യും. പിന്നെ ലേറ്റർ അതൊരു ക്യാവിറ്റിയായി ഫോം ചെയ്യും, ഭക്ഷണം കുടുങ്ങാൻ തുടങ്ങും. ആദ്യം പുളിപ്പാണ് അനുഭവപ്പെടുക, പിന്നീട് വേദന, പിന്നെ ലാസ്റ്റായിട്ട് വീക്കം. അങ്ങനെയാണ് അത് കണ്ടുവരുന്നത്. പുളിപ്പ് വരുന്നതിന് മുമ്പ് വേദന വരുന്നതിന് മുമ്പേ ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ അത് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ നോർമൽ ഫില്ലിങ്ങിൽ ടൂത്തിനെ റെസ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് പ്രവണത എങ്ങനെയാണെന്ന് വെച്ചാൽ, വേദന വന്നു കഴിഞ്ഞാലേ പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോർമൽ ഫില്ലിങ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മാറി അഥവാ റൂട്ട് കനാൽ അല്ലെങ്കിൽ പല്ല് നീക്കം ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഡെന്റൽ കേരീസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, മെഷേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം പതിവായി 2 നേരമുള്ള ബ്രഷ് ചെയ്യലാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്ക് നൂല് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. എവറി 6 months ഒരു ഡെന്റിസ്റ്റിനെ സന്ദർശിച്ച് ചെക്കപ്പ് നടത്തണം. പിന്നെ ഭക്ഷണ രീതിയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ഫുഡ് അഥവാ വൈറ്റമിൻസ്, ന്യൂട്രിയൻസ്, ഫൈബർ, കാൽഷ്യം റിച്ച് ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. സ്വീറ്റ് ആൻഡ് സ്റ്റിക്കി ഫുഡ് പരമാവധി ഒഴിവാക്കുക. പിന്നെ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ഫ്ലൂറൈഡ് ഇൻകോർപ്പറേറ്റഡ് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ക്യാവിറ്റീസ് വരാതെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താ വെച്ചാൽ മോണരോഗം അഥവാ പെരിയോഡോണ്ടൽ ഡിസീസ്. ഇതിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ, മോണയിൽ കാണുന്ന കളർ വ്യത്യാസം. ഒരു ചുവന്ന കളറായി തുടിച്ച് നിൽക്കുന്ന മോണയെ കാണുക, പിന്നെ അതിൻ്റെ രക്തം പൊടിയുന്ന മോണ, പിന്നെ ശ്വാസത്തിൻ്റെ ദുർഗന്ധം, പല്ലിനുള്ള ആട്ടം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന, ബ്രഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. മോണരോഗത്തിൻ്റെ ഔട്ട്കം അഥവാ പരിണിതഫലം. മോണരോഗമുള്ളവരിൽ ഹൃദ്രോഗം അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, പക്ഷാപാതം ഇത് കാണാനുള്ള സാധ്യത കൂടുതലാണ്. പ്രഗ്നൻറ്റ് ലേഡീസിലാണെങ്കിൽ പ്രീമച്യൂർ ഡെലിവറി ആൻഡ് ഭാരം കുറഞ്ഞ കുട്ടി, അത് രണ്ടും കാണാറുണ്ട്. ഈ 2 കാര്യങ്ങൾ പ്രഗ്നൻറ്റ് ലേഡീസിലാണെങ്കിൽ കാണാറുണ്ട്. പിന്നെ ഇനി എന്തുകൊണ്ട് മോണരോഗം വരുന്നു എന്നുള്ളതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മളെ ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ യൂസേജ് അഥവാ നമ്മൾ പുകയില ചവക്കുകയോ അല്ലെങ്കിൽ പുകയില വലിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, പിന്നെ ഉള്ളത് വായുടെ ശുചിത്വം കുറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിരതെറ്റിയ പല്ലുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റമിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ ബ്രഷിങ്, ഫ്ലോസിങ്,
റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്, പിന്നെ നിരതെറ്റ് പല്ലുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണരോഗം കുറേ മാറും. പിന്നെ ഉള്ളത് ഈ സിസ്റ്റമിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, ഡോക്ടറെ സമീപിച്ച് അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും മോണരോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ചെറിയ മോണരോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ബ്രഷിംഗ് രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്യാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതാണ്. പിന്നെ കാൽക്കുലസ് പ്ലാക്ക് പല്ലിൽ ഒട്ടിപ്പിടിച്ചത് ഡോക്ടറെ കണ്ട് മെക്കാനിക്കലി നീക്കം ചെയ്യേണ്ടതാണ്. സിവിയർ ആണെങ്കിൽ സർജറി തന്നെ വേണ്ടി വരും. മൂന്നാമത്തെ ഫാക്ടർ നിരതെറ്റിയ പല്ലുകൾ. നിരതെറ്റിയ പല്ലുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പാരമ്പര്യം, പിന്നെ ചില സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ വായിലിടുന്ന സ്വഭാവം, നാവ് തള്ളുന്ന സ്വഭാവം, ചുണ്ട് കടിക്കുന്ന സ്വഭാവം, വായി തുറന്ന് ശ്വാസം എടുക്കുന്ന സ്വഭാവം, ഇതെല്ലാം നിരതെറ്റിയ പല്ലിന് കാരണമാവാം. പിന്നെ ഉള്ളത് പല്ലിൻ്റെ രൂപം, ആകാരം, ഘടനയിലുള്ള അപാകത, പിന്നെ താടിയെല്ലിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന വൈകല്യം, ഇതും മാലൊക്ലൂഷൻ ഒരു റീസണാണ്. നമ്മൾ മാലൊക്ലൂഷൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഊരി വെക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി വലിയവരിൽ മുതിർന്നവരിലാണെങ്കിൽ പല്ലിലേക്ക് ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ താടി എല്ലിൻ്റെ വളർച്ചയിലുള്ള ഡിസ്ക്രിപ്പൻസി ആണെങ്കിൽ ഓർത്തോനാറ്റിക് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത് തന്നെ വരും. നാലാമത്തത് ഓറൽ ക്യാൻസർ. അതാണ് ഈ 4 എണ്ണത്തിലും വെച്ച് ഏറ്റവും ഗുരുതരമായത്. ലോകത്തിൽ മറ്റു പല ക്യാൻസർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഓറൽ ക്യാൻസർ 6ാമത്തെ സ്ഥാനത്താണെങ്കിലും ഇന്ത്യയിൽ ഓറൽ ക്യാൻസറിൻ്റെ സ്ഥാനം 3ാം സ്ഥാനത്താണ്. ഓറൽ ക്യാൻസർ വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൊബാക്കോ യൂസേജ്, ആൽക്കഹോൾ കൺസംഷൻ, പുവർ ഓറൽ ഹൈജീൻ, പിന്നെ ഷാർപ്പ് ടീത്ത്, ഷാർപ്പ് ഫില്ലിങ്സ്, പിന്നെ ശരിയല്ലാത്ത കൃത്രിമ പല്ലുകൾ, ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. നമുക്ക് ഈ ഓറൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവോയ്ഡ് ടൊബാക്കോ, അവോയ്ഡ് ആൽക്കഹോൾ കൺസംഷൻ, പിന്നെ വായുടെ ശുചിത്വം സംരക്ഷിക്കുക, പിന്നെ ഷാർപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഡോക്ടറെ കണ്ട് പരിഹരിക്കുക. പിന്നെ നമ്മൾ സ്വയം ബോധവാന്മാരാകണം. കാരണം നമ്മുടെ വായിൽ എന്തെങ്കിലും നിറവ്യത്യാസം, രുചി വ്യത്യാസം, പിന്നെ അസ്വാഭാവികമായ വ്രണങ്ങൾ, പിന്നെ വേദനയില്ലാത്ത വ്രണങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ കത്തുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇത് പ്രശ്നം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആർ അൺഅവെയർ ഓഫ് ദിസ്. എന്നിട്ട് അവർ നേരത്തെ നമുക്ക് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100% ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഓറൽ ക്യാൻസർ. പക്ഷേ നിർഭാഗ്യവശാൽ ആൾക്കാർ അത് അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ വരുമ്പോഴേക്കിനും ആ ഒരു സ്റ്റേജ് മാറി ക്യൂർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ വരുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകം സ്വയം ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഫോർ ഐ കൺക്ലൂഡ് ദ സെഷൻ, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹദീസ് ഇങ്ങനെയാണ്: എൻ്റെ സമുദായത്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ ഓരോ നമസ്കാര സമയത്തും സിവാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ഇസ്ലാം അത്രയും പ്രാധാന്യമാണ് ദന്തശുചീകരണത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ഓരോരുത്തരും ദന്തപരിപാലനത്തിന് കൂടുതൽ ശ്രദ്ധ പുലർത്തും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.